നമ്മുടെ നാട്ടില് ഈ തൂമ്പാ പണി എടുക്കുന്നവര്, തെങ്ങ് കയറുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ബോഡി നല്ല ഫിറ്റ് ആയിരിക്കും. അതെന്താന്ന് വെച്ചാല് കൺസിസ്റ്റന്റ് ആയിട്ട് അവര് ചെയ്യുന്ന വർക്കിന്റെ റിഫ്ലക്ഷൻ ആണ്. ഇപ്പൊ ഓൺലൈൻ ട്രെയിനിങ്ങില് എല്ലാവരും പറയാ പ്രോഗ്രസീവ് ആയിട്ട് ഓവർലോഡിങ് ഉണ്ടാവില്ല, കാരണം വെയിറ്റ് കൂട്ടാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ ഒരാളുടെ കയ്യിൽ 2 kg മാത്രമേ ഉള്ളൂ, പക്ഷെ അത് മതി നമുക്ക്. പ്രോഗ്രസീവ് ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കൂട്ടുന്നത് മാത്രമല്ല, നമുക്കുള്ള വെയിറ്റ് വെച്ചിട്ട് റിപ്പീറ്റേഷൻ കൂട്ടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ റെസ്റ്റ് ടൈം കുറച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പർ സെറ്റ് ആയിട്ട് ചെയ്യാം. ഇതെല്ലാം പ്രോഗ്രസീവ് ഓവർലോഡിംഗ് ആണ്. ഇപ്പൊ നമ്മൾ ഫൗൾ ആയിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോട് കൂടിയിട്ട് ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് പറ്റുന്ന വെയിറ്റ് തനിയെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ വിമന്റെ കേസ് പറയുകയാണെങ്കിൽ ജനറലി ഫോർ മോസ്റ്റ് ഓഫ് ദം അവരുടെ ഹാൻഡ് സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് കൂട്ടുമ്പോൾ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഏറ്റവും നല്ലത് ചെറിയ വെയിറ്റിൽ പ്രോഗ്രസീവ് ഓവർലോഡിംഗ് ചെയ്യാണ്. അതായത് വെയിറ്റ് കൂട്ടാണ്ട് സൂപ്പർ സെറ്റ് ആയിട്ടും റെസ്റ്റ് ടൈം കുറച്ചിട്ടൊക്കെ ചെയ്യാണ് നല്ലത്.